നായിന്റെ മോനെ, നീ എന്നാണ് വിചാരിച്ചത്? നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളത്. നിന്നെയും തെറ്റു പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹെലൻ്റെ വീഡിയോ, ഒരു കോമഡി വീഡിയോ ഹെലൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന് ഒരാൾ നെഗറ്റീവായിട്ട് ആ കമൻറ്റ് ബോക്സിൽ വൾഗറായിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമൻറ്റ് ഇട്ടാണ് ഹെലൻ ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ. സേഫ് ആയിട്ടായിരിക്കും വിശ്വസിക്കുന്നു. നല്ല മഴയാണ്, അപ്പൊ നല്ല ചൂടോട് കൂടിയിട്ട് ഒരാൾക്കുള്ള മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പറയട്ടെ, ചെറിയ കുട്ടികൾ എന്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ചെറിയ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാര്യം, അങ്ങനെ കുട്ടികളുടെ അമ്മമാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് മക്കളോട് സ്കിപ്പ് ചെയ്യാൻ പറയാം. കാരണം അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇനി വന്നിരുന്ന് കമന്റ് ബോക്സിൽ വന്നിരുന്ന് കൊടുക്കേണ്ട കുട്ടികൾ കാണുന്നതല്ലേ എന്നുള്ളത് കുട്ടികളോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നത്. കാണരുത്, കുട്ടികളുടെ പാരന്റ്സിനോടാണ്. 18 വയസ്സിന് താഴെയുള്ള നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ ഒരു ദിവസം മുന്നേ എന്റെ ചേച്ചിയുടെ വീഡിയോ ആണ്. ഒരു കോമഡി റീലാണ്. അതായത് എന്താ നിന്റെ വയറ് വീർത്തിരിക്കുന്ന ഫ്രിഡ്ജ് കേടാണ് ആ ഒരു സംഭവം നിങ്ങൾ കുറച്ച് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു വീഡിയോയുടെ താഴത്ത് വന്നിട്ട് നമ്മുടെ അജീഷേട്ടൻ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അജീഷേട്ടൻ ഒരു കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറ് വന്നത് ഞാൻ കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ് എന്നുള്ളതാണ്. നായിന്റെ മോനെ, നീ എന്നാണ് വിചാരിച്ചത്? നീ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അങ്ങനെയുള്ള കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും എന്നുള്ളത്. നിന്നെയും തെറ്റു പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ? അത് തന്നെ അജീഷിന്റെ അമ്മയോടും ഭാര്യയോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ മാപ്പ് ചോദിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റിയാക്ട് ചെയ്തിരിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ മകൻ അജീഷ് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാര്യം എനിക്കറിയില്ല. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അവർക്ക് വരും. വൈഫിനോട് പറയേണ്ട ആവശ്യമില്ലോ. അജീഷിന് വൈഫിനെ ഏകദേശം സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാലോ. ഫോളോ ചെയ്ത് വെച്ചിട്ട് അവൻ എന്റെ ഇതിൽ വന്നിട്ട് ഞാൻ കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ് തടി വെച്ചത് അല്ലെങ്കിൽ വയർ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുന്ന തള്ളേനെയും ഭാര്യനെയും മക്കളെയും പറയുമെന്നുള്ളത് അജീഷിന് അറിയാം. പട്ടി വിലയല്ലേ അമ്മക്കും ഭാര്യക്കും അപ്പൊ ഈ അജീഷ് കൊടുക്കുന്നത്? ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി സിംഗിൾ മാത്രമായിട്ട് ജീവിച്ചോ ഇതിനേക്കാളും. അപ്പൊ അജീഷേ, നിനക്കുള്ള മറുപടിയാണ് അമ്മയും ഭാര്യയും എന്നോട് ക്ഷമിക്കുക. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരില്ല. കാരണം എനിക്കൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ മാന്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ താഴത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കാമപ്രാന്തമാരുടെ കമന്റ് ആയിട്ട് മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അതിന് ആരോടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിൽ എന്ത് വേണം വന്ന് കുഴച്ചോളൂ. ഇമ്മാതെ തോന്നിയാസം വന്ന് കുഴച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്നത് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ അജീഷേ, നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിയായിട്ടുള്ള ഒരാളുടെ മകനായിട്ട് ജനിച്ച നീ ചിലപ്പോൾ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു, ഈ വെടിപ്പരിപാടിക്ക് പോയിട്ടാണ് ഞാൻ തടിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നീ കല്യാണം കഴിച്ചത് ഒരു വെടിനെ ആയിപ്പോയി. അപ്പൊ ആ ഭാര്യ നിന്നോട് പറയുകയാണ്, ചേട്ടാ ഞാൻ മുന്നേ മെലിഞ്ഞിട്ടായിരുന്നു, എനിക്ക് വയറൊന്നും ഇല്ലായിരുന്നു, ഞാൻ കണ്ടവന്മാരുടെ കൂടെ പോയി കിടന്നിട്ട് എനിക്ക് അല്പം വയറൊക്കെ വന്നു. അപ്പൊ നിന്നെ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം നീ ഇവിടെ നോക്കിയാലും വെടി, രണ്ട് വെടികൾക്കും ഒരല്പം വയറ് വന്നത് കണ്ടവന്റെ കൂടെ കിടന്നിട്ടാണ്. അപ്പൊ നീ വിചാരിക്കും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന്. അജീഷേ, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മച്ചനോ നിന്റെ അമ്മായിയച്ചനോ അല്ല എല്ലാവരും. അത് നീ മനസ്സിലാക്കണം. പിന്നെ കുട്ടിയെ ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഇത് വെച്ചിട്ട് ഞാൻ കുട്ടിയെ ഞാൻ ഒന്നും പറയുന്നില്ല. അജീഷേ, നീ ഉണ്ടല്ലോ ഇത് 100% ഇത് ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്ന വീഡിയോ ആയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണും എന്നും എനിക്കറിയാം. നീ നാണം കിടണം, മനസ്സിലായി? നീ നാണം കിടണം അജീഷേ. നീ എന്താണ് വിചാരിച്ചു വെച്ചത്? നീ അങ്ങനെ കുറച്ചൊരു കമന്റ് ഇട്ടിട്ട് പോയിട്ട് പൂരിബാജി പയ്യോളി മിച്ചറേ നിന്നെ ഞാൻ വെറുതെ വിടുന്നു, അങ്ങനെയാണോ പഴത്തൊലി നീ വിചാരിച്ചു വെച്ചത്? അതും കേട്ടങ്ങ് ഞാൻ പോകുന്നതെന്ന് വിചാരിച്ചത്. നിനക്ക് തെറ്റി നിനക്ക് കാമപ്രാന്ത. ഇവന്റെ ഭാര്യ അറിയുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ അയച്ചു കൊടുക്കണം. മോളെയൊന്നും ഇയാളെ പരിസരത്തേക്ക് വിടരുതേ, മകളെയൊന്നും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് സ്വന്തം അച്ഛന്മാരെ മക്കളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇവനെ പോലത്തെ അവരാണ് അങ്ങനെ ചെയ്യുന്നത്. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എനിക്ക് അത്രേ ഇവന്റെ ഭാര്യയോട് പറയാനുള്ളൂ. മകളെല്ലാം ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചോ ഇവന്റെ. നമ്മളൊരു കോമഡി റീൽ ചെയ്യുമ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ അങ്ങോട്ട് ഇളകണമെങ്കിൽ ഈ കാമപ്രാന്തന്റെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അമ്മയോട് കൂടിയാണ് മകൻ നിങ്ങളെ അമ്മയായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും ആയിരിക്കില്ല. നിങ്ങളെയും ആ ഒരു കണ്ണുകൊണ്ട് തന്നെയായിരിക്കും കാണുന്നത്. കിട്ടില്ലേ അജീഷേ? ചൊവ്വാഴ്ച ആയിട്ട് കിട്ടില്ലേ അന്തസ്സായിട്ട്? അപ്പൊ ഇതും വാങ്ങി ആടിയിരിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, നീ എന്നെ ഫോളോ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം. അപ്പൊ നീ എന്താണ് നിന്റെ അമ്മയോടും ഭാര്യയോടും പക വീട്ടിയതാണല്ലേ? ഓഹോ, ദാ അമ്മേ ഭാര്യയെ കണ്ടില്ലേ, മോനോട് പക വീട്ടിയതാണ് രണ്ടാളോടും. എന്തോ കാര്യമായ ദേഷ്യമുണ്ട് നിങ്ങളടുത്ത്. അപ്പോൾ അറിയാം ഇങ്ങനത്തെ ഇമാതിരി കാമപ്രാന്ത് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുടെ തലയടക്കം എന്റെ അക്കൗണ്ടിൽ വരുന്നു. നിങ്ങളോട് എന്തെങ്കിലും ചൊടി ഉണ്ടാവുമായിരിക്കും അമ്മയോടും ഭാര്യയോടും. ഐ ഡോണ്ട് നോ. അജീഷ് എന്ന് പറഞ്ഞ ഒരാള് ഹെലൻ്റെ അക്കൗണ്ടിൽ നെഗറ്റീവായിട്ടൊരു കമന്റ് ഇട്ട് ഇങ്ങനെ വയറ് ചാടിയത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കമൻറ്റാണ് ഇട്ടത്. അപ്പോൾ ആ കമൻറ്റിനെ ആ പെണ്ണ് റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വൾഗറായിട്ടുള്ള കമൻറ്റ് ഇട്ടേക്കണോണ്ടുള്ള അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ വന്നത്. പിന്നെ അതിനെ പറഞ്ഞിട്ട് വേറെ കാര്യമില്ലല്ലോ. അപ്പം അയാളുടെ ഭാഗത്ത് തന്നെ തെറ്റി. അജീഷ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അജീഷ് ഇട്ട കമന്റ് ഞാൻ വളരെ കൃത്യമായിട്ട് വെച്ചതായിരുന്നില്ലേ? അതായത് ഞാനും എന്റെ ചേച്ചിയും കൂടെ ചെയ്തൊരു വീഡിയോ, ഒരു കോമഡി വീഡിയോന്റെ അകത്ത് ഈ അജീഷ് എന്ന് പറയുന്ന പരനാറി കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് വന്നത് കണ്ടവരുടെ കൂടെ കിടന്നിട്ടാണ് എന്നുള്ളത്. എടാ നാറി, നീ ഉണ്ടല്ലോ എക്സ്പ്ലനേഷനോ നിന്റെ ഭാഗം ന്യായീകരിക്കാനോ അങ്ങനെയൊക്കെ വന്നു. ഒന്നെങ്കിൽ നീ എന്ത് പറയണം? ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ അപ്പോഴത്തെ ആ ഒരു ഇതിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇങ്ങനെ വീഡിയോ ഇടില്ല. പക്ഷെ തന്തയില്ലാത്തവനായി നീ എന്താ ചെയ്തത്? എന്റെ പൊന്നു ഗൈസ്, നിനക്ക് അറിയണം ഇവനെന്താ ചെയ്തെന്ന്. ഇവൻ പറയാണ് കണ്ടവന്റെ കൂടെ പോയി കിടന്നിട്ടാണ് എന്നുള്ളതല്ല അവൻ ഉദ്ദേശിച്ചത്. മോൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കാം എന്നാണത്രേ. ഞാനുണ്ടല്ലോ അജീഷെ കുത്തിരുന്ന് എനിക്ക് വേണ്ട 1/2 മണിക്കൂറാണ് ഞാൻ കളഞ്ഞ അജീഷെ. 1/2 മണിക്കൂർ ഞാനും ഈ മലയാളം ടൈപ്പിംഗ് ഐപോഡാണ് കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കുറേ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയടാ. എന്നാലും നീ ഈ കണ്ടവന്റെ കൂടെ പോയി കിടന്നതും മോളെ പോയി ഫുഡ് കഴിക്കൂ എങ്ങനെ പോലും മാച്ച് ആവുന്നില്ലോടാ ചേട്ടേ. അതെങ്ങനെ അങ്ങനെ വരുന്നേ? നാറി
പട്ടി അതെങ്ങനെ? കൊണ്ടുവരണം വേണ്ടി ചപ്പല കോള വന്നു ജീവന്റെ സൈഡിൽ നിന്ന്. ഇന്ന് എനിക്ക് വീട്ടിൽ അബദ്ധം ആറാണ്ടിരിക്കട്ടെ. ഓക്കെ, അപ്പൊ പിന്നെ നീ ഉണ്ടല്ലോ ന്യായീകരിക്കുമ്പോൾ കുറച്ചൊക്കെ ചിന്തിച്ചിട്ടൊക്കെ ന്യായീകരിക്കണം. അത് അവിടെ ഇരിക്കട്ടെ. നീ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നീ അങ്ങനെയല്ല പറഞ്ഞെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് പേടിച്ചിട്ട് കമന്റ് ഡിലീറ്റ് ചെയ്തത്? അജീഷേ ചേട്ടേ നാറി, നീ എന്തിനാ ഡിലീറ്റ് ചെയ്തേ? എനിക്ക് അതന്നെ അവിടെ എഡിറ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ. ഞാൻ ചിന്തിക്കുന്ന അതല്ല അജീഷേ. പിന്നെ ഈ പറയുന്നത് പോലെ നിന്റെ വീട്ടുകാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ എങ്ങനെയാണ് ഞായറാഴ്ച കുർബാന കൂടാൻ പോകടാ എല്ലാവരും? ഇനിയിപ്പോ ഈ ഞായറാഴ്ച അജീഷിന്റെ വീട്ടിലെങ്ങാനാണ് കുടുംബശ്രീകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അജീഷിന്റെ വീട്ടുകാരുടെ അവസ്ഥ മാൻ. എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ട് ഒരു സഹതാപമില്ലായിരിക്കും നിന്നോട്. എനിക്ക് അങ്ങനെ തന്നെ വേണം മനസ്സിലായില്ലേ? അപ്പൊ ഇനി കമന്റ് ഇട്ടത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒന്ന് പറഞ്ഞു വരണ്ട അജീഷ്. നീ നാറി തൂറി അങ്ങനെ തന്നെ ആണെന്ന് അത്ര പോരാ. ഇനി ആ ഒരു വീഡിയോയുടെ സൈറ്റ് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബിയർ അടിച്ചിട്ടാണ് എനിക്ക് വയറ് വന്നതൊക്കെ. അതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ടാണ് എടുത്തില്ല. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കമന്റ്സ് ഒക്കെ വേണമെങ്കിൽ വെക്കാം. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൈൻഡ് ഓഫ് സത്യം തന്നെയാണത്. പിന്നെ ബിയർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം വയറൊക്കെ വെക്കും. ബിയർ വെക്കാം. വേറെ എന്തെങ്കിലും വല്ല വിസ്കി അടിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. വിസ്കിയിലേക്ക് നമുക്ക് മാറാം. ഓക്കെ, പിന്നെ ഈ ബിയർ അടിച്ചിട്ടാണോ പെഗ് വേണോ ബിയർ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, എടാ തെണ്ടികളെ, നിങ്ങൾ കമന്റ് ബോക്സിൽ മാത്രം ചോദിക്കില്ല, കൊണ്ട് താ ഇങ്ങോട്ട്. ചേച്ചി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാം. ഒരു കർട്ടസിയും കൂടെ വേണം സ്റ്റോറിയിൽ വെക്കാം. വിദേശത്തൊക്കെയുള്ള ആൾക്കാർ പല പല മണവാട്ടിയും പിന്നെ മന്ദാകിനും ഒക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതൊക്കെ ചേച്ചിക്ക് കൊണ്ടുതരണം. ഓക്കെ, അതൊക്കെ ഞാൻ ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ. കാരണം ഒന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അവർക്കും കമന്റ് ഇടുന്നവരും നല്ലപോലെ ബിയർ അടിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ കുറച്ച് ആൾക്കാർ വന്ന കമന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ അമ്മേനെയും പെങ്ങളെയും ഒക്കെ പറഞ്ഞത് ഒരു അല്പം അങ്ങോട്ട് കൂടിപ്പോയില്ലേ എന്നുള്ളതാണ്. ആണോ? അത്രയും കൂടെ ദണ്ണാണോ നിങ്ങൾക്ക്? അപ്പൊ ഞാനൊരു സ്ത്രീയല്ല. ഞാൻ പെൺകുട്ടിയല്ല. ഞാൻ 10-28 വയസ്സുള്ള സ്ത്രീയാണ്. ഞാൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ മകളാണ്. എന്റെ ഭർത്താവിന്റെ ഭാര്യയാണ്. നാളെ ഒരു അമ്മയാവാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ അത് നിനക്ക് വിഷയമല്ല. ഈ അജീഷിന്റെ മുമ്പ് പിന്നെ എന്റെ കസ്റ്റമർ കൊണ്ടുതരുന്ന പരിപാടിയാണ് ഇവരുണ്ടായത്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ കുറിച്ച് തോന്നിയ മാസം പറഞ്ഞിട്ട് ഞാനത് കേട്ട് നിൽക്കണം തന്നു. ഓടെ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന് അന്തസ്സായിട്ട് അങ്ങോട്ട് സ്വീകരിക്കും. അത് അങ്ങനെയല്ല, എന്റെ രീതി അങ്ങനെയല്ല. മനസ്സിലായില്ലേ? പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആണുങ്ങളോടാണ് പറയാനുള്ളത് കേട്ടോ. ഇവരുടെ ഒക്കെ ഐഡി പെൺമക്കളുടെ അച്ഛന്മാരൊക്കെ നോട്ട് ചെയ്യണം. കുട്ടികളെ നിങ്ങളും, കാരണം മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഇവരെങ്ങനെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയോ? സ്ത്രീകൾ, പെൺകുട്ടികൾ, സ്ത്രീ എന്ന് പറയുന്നത് ഈ പറയുന്നത് ഹരാസ് ചെയ്യപ്പെടേണ്ട വിഭാഗമാണ്, പീഡിപ്പിക്കപ്പെടേണ്ട വിഭാഗമാണ്, നരകിക്കപ്പെടേണ്ട വിഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഇവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇവനെ പോലെ കാമപരാന്തുള്ള ഒരു വടിക്ക് തുണി ചുറ്റിയാൽ പോലെ അതിനെ കയറി പിന്നെ അങ്ങ് പീഡിപ്പിച്ചേക്കാമെന്ന് തോന്നുന്ന ടീമാണ്. അവരൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നാളെ നിങ്ങളുടെ മകളെ പെണ്ണന്വേഷിച്ച് വന്നേക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണ്ടേക്കാം. അപ്പോൾ മുഖത്ത് തുപ്പണം. പിന്നെ ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കുറച്ച് സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ? ദൈവം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു മകൾ ജനിക്കട്ടെ. അത് പറഞ്ഞ പോലെ മകളോ ഈ പറഞ്ഞ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ കുടുംബത്തിൽ അത്രയും നിങ്ങളുടെ പെങ്ങളെയോ കുടുംബത്തിൽപ്പെട്ട അത്രയും അത്രയും വേണ്ടപ്പെട്ട ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുകയും ഒരു കോമഡി റീലിന്റെ താഴെ ഇതുപോലെ കമന്റ് വരികയും അത് കണ്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാലും നീയൊക്കെ പറയണം കേട്ടോ. നീയൊക്കെ അന്ന് കമന്റ് ഇട്ടവനെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാര് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പിച്ച് ചീന്തിയാലും ഈ പറഞ്ഞ യോനി ഭാഗങ്ങളിലേക്ക് മറ്റേ കമ്പിപ്പായ കയറ്റി കൊന്നു കഴിഞ്ഞാലും നിങ്ങൾ പറയണം അവനായിരുന്നു ശരി. സ്ത്രീവർഗം പീഡിപ്പിക്കപ്പെടേണ്ടവരാണ്, ഹരാസ് ചെയ്യപ്പെടേണ്ടവരാണ്, മെന്റലി ഡിസ്ട്രോയ് ചെയ്യപ്പെടേണ്ടവരാണ് നിങ്ങൾ പറയണം. ആ സ്ത്രീകളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മക്കളെയൊന്നും ആ ഭാഗത്തേക്കൊന്നും വിടരുത്. ആൺമക്കളെ അടക്കം ഈ സ്ത്രീകൾ പിടിച്ച് തിന്നും. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, തന്തയില്ലാത്ത നമ്മൾ അലങ്കാരമായൊന്നും കൊണ്ടുനടക്കില്ല ജീഷേ. തന്തയില്ലാത്തവനെ ചത്തൂടാണെന്ന് എനിക്കെല്ലാം. 10 കാണുമ്പോൾ 10-40 വയസ്സുള്ള പോലെ ഉണ്ടല്ലോ. ആ വയസ്സിന്റെ പക്വതയെങ്കിലും നിനക്കൊന്നും കാണിക്കായിരുന്നില്ലേ? വന്ന് ന്യായീകരിക്കാണവൻ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റ്സ് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഫോട്ടോസ് വെച്ച് റിയാക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഏകദേശം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷമാറായി. ആദ്യം 2020 കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ നിയമത്തെ വിശ്വസിച്ച് 7ഓളം പരാതി കൊടുത്ത വ്യക്തിയാണ് ഞാൻ. അറിയാം നിങ്ങൾക്ക്? 2020 തൊട്ടിട്ട് അതിൽ ഏതൊക്കെ കേസ് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്, എനിക്ക് നീതി കിട്ടിയോ എന്നുള്ള അന്വേഷിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞാൻ ആദ്യം ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ വേഗം എനിക്ക് ഇതുപോലുള്ള വൾഗറായിട്ടുള്ള ത്രെട്ടനിങ് ആയിട്ടുള്ള സ്ലട്ട് ഷേമിംഗ് ആയിട്ടുള്ള കമന്റുകളൊക്കെ വരും. ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് നേരെ സൈബർ സെല്ലോട്ട് പോകും, റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്കും, വരും. അതവിടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അയ്യോ ഇന്ന് നീതി കിട്ടും, നാളെ നീതി കിട്ടും, മറ്റന്നാൾ നീതി കിട്ടും. ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ പോലെ നീതി കിട്ടും, അത് കിട്ടും, ഇപ്പം ഇവനെയൊക്കെ ശിക്ഷിക്കും, നമ്മൾ തന്നെ കൊടുത്തേക്കാം. അപ്പൊ എനിക്കൊരു സമാധാനമാണ്. ഇവനെയൊക്കെ 4 ആൾ കാണും. എന്റെ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ലക്ഷം പേര് എന്തായാലും കാണും. ഇവന്റെ നാട്ടിലെ 2 പേരെങ്കിലും കാണും. അത് മതി. അപ്പൊ ആ 2 പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെ സ്വഭാവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത് മൊത്തം സ്പ്രെഡ് ആവും, നാറണക്കല്ലെടുക്കും. അപ്പൊ കിട്ടുന്ന മനോസുഖം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത്. ഞാൻ ഒരുപാട് സൈബർ കേസുകൾ കൊടുത്ത് അതിന്റെ പിന്നാലെ പോയി ഏകദേശം 5-6 ചെരുപ്പുകൾ തൈഞ്ഞ് കമന്റ് ഇടാൻ അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ അപ്പം എന്തായാലും റിയാക്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ഇത് ഹെലൻ ചെയ്തതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ.